മൈ ഡിയർ സ്റ്റുഡൻസ്. നമ്മൾ കഴിഞ്ഞ ദിവസം ലോഗരിതമിക് ഡിഫറൻസിയേഷൻ പഠിച്ചല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ലോഗരിതമിക് ഡിഫറൻസിയേഷനൊക്കെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുപോലെ തന്നെ വളരെ വളരെ ഉറപ്പായിട്ടും ചോദിക്കുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇനി എടുക്കാൻ പോകുന്നത്. ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. പാരാമെട്രിക് ഫോം. ഡെറിവേറ്റീവ് ഓഫ് ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. അപ്പോൾ ഈ ഫങ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം എന്ന് വെച്ചാൽ എന്താണെന്ന് അറിയോ? നമ്മൾ സാധാരണ y = f(x) അല്ലെങ്കിൽ എക്സും വൈയും കൂടി കലർന്ന ഒരു ഇക്വേഷൻ, അങ്ങനെ നമ്മൾ ഇത്രയും നാളും പഠിച്ചതുകൊണ്ട്. ഇങ്ങനെയൊന്നും അല്ലാതെ എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് അനദർ വേരിയബിൾ, വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് അനദർ വേരിയബിൾ, എക്സും വൈയും ഫംഗ്ഷൻസ് ഓഫ് അനദർ വേരിയബിൾ ടി അല്ലെ തീറ്റ അല്ലെ ഒമേഗ എന്ത് വേണേലും വരാം. എക്സ് ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി, എക്സ് ടിയിലുള്ള മറ്റൊരു ഫംഗ്ഷൻ, അതുപോലെ വൈയും ടിയിലുള്ള വേറൊരു ഫംഗ്ഷൻ ജി ഓഫ് ടി, ഇങ്ങനെ വന്നു. അപ്പം ടിയുടെ സ്ഥലത്ത് തീറ്റ ഒമേഗ എന്ത് വേണേലും വരാം, ടി തന്നെ വരണം നിർബന്ധമൊന്നുമില്ല. ഇങ്ങനെ വരുവാണെങ്കിൽ നമ്മൾ ഈ ഫംഗ്ഷൻസിനെ പറയുന്ന പേരാണ് ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. ഫംഗ്ഷൻസ് ഇൻ പാരാമെട്രിക് ഫോം. അപ്പം അങ്ങനെ വന്നാലും നമുക്ക് dy ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. അതിനായിട്ട് ഇവിടെ നോക്കുക, എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി അല്ലേ? എക്സ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി ആകുമ്പോൾ ഇതിൽ നമുക്ക് dx ബൈ ഡി ടി കാണാം. ഡെറിവേറ്റീവ് ഓഫ് എക്സ് വിത്ത് റെസ്പെക്ട് ടു ടി, എക്സിനെ വിത്ത് റെസ്പെക്ട് ടു ടിക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാം. അതുപോലെ തന്നെ വൈയെ നമുക്ക് ഡെറിവേറ്റീവ് ഓഫ് y വിത്ത് റെസ്പെക്ട് ടു ടി, എക്സിൽ നിന്ന് dx ബൈ ഡി ടി കാണാം, വൈയിൽ നിന്ന് dy ബൈ ഡി ടി കാണാം. അപ്പോൾ തീറ്റ ആണെങ്കിൽ ടിയുടെ സ്ഥലത്ത് തീറ്റ വരുന്നേ ഉള്ളൂ. ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഇത് രണ്ടും കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. dy ബൈ ഡി എക്സിൻ്റെ ഇക്വേഷൻ, dy ബൈ ഡി എക്സിൻ്റെ ഇക്വേഷൻ dy ബൈ ഡി ടി ഹോൾ ഡിവൈഡഡ് ബൈ dx ബൈ ഡി ടി. അപ്പോൾ dx ബൈ ഡി ടി കൊണ്ട് ഹരിക്കുന്നതിന് പകരം റെസിപ്രോക്കൽ dt ബൈ ഡി എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ dt വെട്ടിപ്പോട്ട് dy ബൈ ഡി എക്സ് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് പാരാമെട്രിക് ഫോമിൽ തന്നാൽ dx ബൈ ഡി ടിയും dy ബൈ ഡി ടിയും കണ്ടുപിടിക്കുക. എന്നിട്ട് dy ബൈ ഡി എക്സ് ഇക്വൽ ടു ഈക്വേഷൻ. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ സിമ്പിൾ ഡെറിവേറ്റീവ്സ് ആയിരിക്കും കേട്ടോ. വലിയ ബുദ്ധിമുട്ടുള്ള ഡിഫറൻസിയേഷൻ ഒന്നും ഇവിടെ ചോദിക്കില്ല. ഇപ്പോൾ എത്ര സിമ്പിൾ ആണെങ്കിലും dx ബൈ ഡി ടി കാണുന്നതിന് ഒരു മാർക്കാം, dy ബൈ ഡി ടി കാണുന്നതിന് ഒരു മാർക്കാം, ഈ ഇക്വേഷൻ എഴുതുന്നതിന് ഒരു മാർക്കുണ്ട്, അത് സിംപ്ലിഫൈ ചെയ്യുന്നതിന് ഒരു മാർക്കുണ്ട്. 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. വളരെ എളുപ്പമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും സ്കോർ ചെയ്യാവുന്നതാണ്. ഇത് ശരിക്കും പഠിച്ചോ, ഉറപ്പായിട്ട് ചോദിക്കുന്നത് 100% ഷുവറാണ്. ഇപ്പോൾ ഈ ഇക്വേഷൻ ഓർത്തിരിക്കണം. ഈ ഇക്വേഷൻ എഴുതുന്നതിന് ഒരു മാർക്കുണ്ട്. dy ബൈ ഡി എക്സ് ഇക്വൽ ടു dy ബൈ ഡി ടി, തീറ്റയാണ് തീറ്റ എഴുതണം, ബൈ ഡി എക്സ് ബൈ ഡി ടി. നമുക്ക് അതിൻ്റെ വേറെ പ്രത്യേകിച്ച് മെത്തേഡൊന്നും ഇല്ല അവിടെ ചെയ്യാൻ. നിങ്ങൾ ഇത്രയും നാളും പഠിച്ച ഡിഫറൻസിയേഷൻ മാത്രമേ ഉള്ളൂ. നമുക്ക് അതിൻ്റെ 1-2 ക്വസ്റ്റ്യൻസ് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഫൈൻഡ് dy ബൈ ഡി എക്സ് ഇഫ് x is equal to 2at square, y is equal to a into t raised to 4. നമുക്ക് dy ബൈ ഡി ടിയും dx ബൈ ഡി ടിയും കണ്ടുപിടിച്ച് ആദ്യം dy ബൈ ഡി ടി ആയതുകൊണ്ട് നമുക്ക് ആദ്യം അത് തന്നെ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ഫൈനൽ ആൻസർ വരുമ്പോൾ തിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം y എടുത്ത് ചെയ്യാം. y is equal to a into t raised to 4. dy ബൈ y വിത്ത് റെസ്പെക്ട് ടു ടി ഡിഫറൻഷിയേറ്റ് dy ബൈ ഡി ടി ഇക്വൽ ടു a കോൺസ്റ്റന്റ് മാറ്റിയിടാം, a into d by dt of t raised to 4, that is equal to a into t raised to 4 നെ t ക്ക് with respect to t ആണ്, x raised to 4 നെ x ന് ചെയ്യുന്ന പോലെ തന്നെയാണ് t raised to 4 നെ t, സെയിം വേരിയബിൾ ആണ്, ഒരു പ്രശ്നമില്ല. a into t raised to 4 with respect to t ആണ്. ഇപ്പോൾ x raised to 4 with respect to x ചെയ്തതുപോലെ തന്നെയാണ് t raised to 4 with വേരിയബിൾ സെയിം ആണ്, നമ്മളൊന്നും പേടിക്കണം. ഡയറക്റ്റ് ഡെറിവേറ്റീവ് ഇല്ല. t raised to 4 ന്റെ ഡെറിവേറ്റീവ് 4 into t ക്യൂബ്, x raised to 4 into x raised to 3 അല്ലായിരുന്നു. അപ്പോൾ 4 into t ക്യൂബ്, അപ്പോൾ 4a t ക്യൂബ് വരും. അതുപോലെ തന്നെ dx, x എന്ന് പറയുന്നത് 2at സ്ക്വയർ അല്ലേ, dx ബൈ ഡി ടി കാണുന്നു. dx ബൈ ഡി ടി 2aയും കോൺസ്റ്റന്റ് ആണ്. d ബൈ ഡി ടി ഓഫ് ടി സ്ക്വയർ, ടി സ്ക്വയറിന്റെ ഡെറിവേറ്റീവ് x സ്ക്വയർ 2x അല്ലേ, അപ്പം ടി സ്ക്വയർ 2 into t വിത്ത് റെസ്പെക്ട് ടു ടി ആയതുകൊണ്ടാണ് 2a into 2 into t, അപ്പോൾ 4at. ഇനി നമ്മൾ dy ബൈ ഡി എക്സ്, dy ബൈ ഡി എക്സ് ഈക്വൽ ടു dy ബൈ ഡി ടി ഡിവൈഡഡ് ബൈ dx ബൈ ഡി ടി. dy ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ 4at ക്യൂബ് ഡിവൈഡഡ് ബൈ 4at. 4aയും വെട്ടിപ്പൊക്കോളും, ടി ക്യൂബും ടിയും വെട്ടിയിട്ട് ഫൈനൽ ആൻസർ ടി സ്ക്വയർ വരും. അത്രയേ ഉള്ളൂ. സിമ്പിൾ ഡിഫറൻസിയേഷനാണ്. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ സിമ്പിളായിട്ടേ വരുള്ളൂ. നിങ്ങളത് ശ്രദ്ധിച്ച് ചെയ്യുക. ക്ലിയർ ആയല്ലോ? ഓക്കെ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് x is equal to cos theta minus cos 2 theta, cos theta minus cos 2 theta, y is equal to sin theta minus sin 2 theta.
എക്സും വൈ. എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ, വൈ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ. അപ്പോൾ നമ്മൾ ആദ്യം വൈ എടുത്ത് ഡി വൈ ബൈ ഡി തീറ്റ കാണുക. അപ്പോൾ വൈ ഇസ് ഈക്വൽ ടു സൈൻ തീറ്റ മൈനസ് സൈൻ 2 തീറ്റ, ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു ആദ്യം സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് നമുക്കറിയാം കോസ് തീറ്റ വിത്ത് റെസ്പെക്ട് തീറ്റ അല്ലേ, വേണേൽ സ്റ്റെപ്പ് എഴുതിക്കാം. ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ മൈനസ് ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ 2 തീറ്റ. അപ്പോൾ സെയിം വേരിയബിൾ ആയതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല, ഡയറക്റ്റ് ഡെറിവേറ്റീവ് എടുക്കാം. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് ഈ സൈൻ 2 തീറ്റയാണ്. സൈൻ എ എക്സ് ഓർക്കുന്നില്ലായിരുന്നു. സൈൻ എ എക്സ് വരുമ്പോൾ എക്സിന്റെ കോഎഫിഷ്യന്റ് എ ഇൻറ്റു എന്ന് വരും. എ ഇൻറ്റു കോസ് എ എക്സ് എന്നായിരുന്നു. അപ്പോൾ ഇവിടെ നമ്മൾ എയുടെ സ്ഥാനത്ത് 2 ആണ്. അപ്പം 2 ഇൻറ്റു വരും. 2 ഇൻറ്റു കോസ് 2 തീറ്റ. ഇതാണ് ഡി വൈ ബൈ ഡി തീറ്റ. അതുപോലെ തന്നെ എക്സ് എഴുതണം. എക്സ് ഇസ് ഈക്വൽ ടു കോസ് തീറ്റ മൈനസ് കോസ് 2 തീറ്റ, ഡി എക്സ് ബൈ ഡി തീറ്റ എന്ന് പറയുന്നത് ആദ്യം കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ്. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ മൈനസ് കോസ് 2 തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് കോൺസ്റ്റന്റ് 2 ഇൻറ്റു സൈൻ 2 തീറ്റ. അങ്ങനെ വരും. ഈ മൈനസ് ഇൻറ്റു മൈനസ് നമുക്ക് ആദ്യം എഴുതാം. 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ വരും. പിന്നെ ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി തീറ്റയാണ് ഇവിടെ ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. വാല്യൂസ് കൊടുക്കുന്നു. ഡി വൈ ബൈ ഡി തീറ്റ എന്ന് നമ്മൾ ആദ്യം എഴുതുക കോസ് തീറ്റ മൈനസ് 2 കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 സൈൻ 2 തീറ്റ മൈനസ് സൈൻ തീറ്റ. രണ്ടും സെപ്പറേറ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക. അപ്പോൾ എക്സ് വരെ ടി വരുന്നേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. ക്ലിയർ ആയല്ലോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ. എ ഇൻറ്റു ബ്രാക്കറ്റ് കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ, വൈ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ. ഇങ്ങനെ വരും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ചെയ്ത പോലെ തന്നെ ഡി വൈ ബൈ ഡി തീറ്റ എടുക്കുന്നു. ആദ്യം ഡി വൈ ബൈ ഡി തീറ്റ. ഡി വൈ ബൈ ഡി തീറ്റ ഇസ് ഈക്വൽ ടു എ ഇൻറ്റു ഡി ബൈ ഡി തീറ്റ ഓഫ് സൈൻ തീറ്റ മൈനസ് ഡി ബൈ ഡി തീറ്റ ഓഫ് തീറ്റ ഇൻറ്റു കോസ് തീറ്റ, തീറ്റ ഇൻറ്റു കോസ് തീറ്റ. ശ്രദ്ധിച്ചോണം. ദാറ്റ് ഈസ് ഈക്വൽ ടു എ കഴിഞ്ഞ് പലരും ബ്രാക്കറ്റ് ഇടാൻ മറന്നുപോകും. എല്ലാവരും ചെയ്യുന്ന ഒരു മിസ്റ്റേക്കാണ്. എ കഴിഞ്ഞ് ബ്രാക്കറ്റ് എടുത്തില്ല, ചുമ്മാ എഴുതി വെക്കും. നിന്റെ ആൻസറും കംപ്ലീറ്റ് ആയിട്ട് തെറ്റിപ്പോകും. അപ്പോൾ ശ്രദ്ധിച്ചോണം. എ കഴിഞ്ഞ് ഫുള്ള് ഇങ്ങനെയുള്ളതിന് ഫുള്ള് ബ്രാക്കറ്റ് ഉണ്ട്. സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് ഇവിടെ തീറ്റ ഇൻറ്റു കോസ് തീറ്റ, തീറ്റ ഇൻറ്റു കോസ് തീറ്റ. പ്രോഡക്റ്റ് റൂൾ ഉപയോഗിക്കണം. മൈനസ് ആണ്. മൈനസ് കഴിഞ്ഞപ്പം ബ്രാക്കറ്റ് പിന്നെ ഇടണം. മൈനസ് വന്നാൽ ബ്രാക്കറ്റ് ഇടണം. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ തീറ്റ, തീറ്റ ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് കോസ് തീറ്റ. ഇനി ഞാൻ റൂളൊന്നും എഴുതുന്നത് നേരിട്ട് എഴുതുക. കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ. പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത് എഴുതുമോ? തീറ്റ ഇൻറ്റു കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് തിരിച്ച് കോസ് തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് ഡി തീറ്റ ബൈ ഡി തീറ്റ, ഡി തീറ്റ ബൈ ഡി തീറ്റ എന്ന് വെച്ചാൽ 1. ഇങ്ങനെ വരും. രണ്ട് ബ്രാക്കറ്റും ക്ലോസ് ചെയ്യുന്നു. ഇനി സിംപ്ലിഫൈ ചെയ്താൽ ദാറ്റ് ഈസ് എ ഇൻറ്റു കോസ് തീറ്റ മൈനസ് വെച്ച് എക്സ്പാൻഡ് ചെയ്ത് മൈനസ് ഇൻറ്റു മൈനസ് പ്ലസ് വരും. തീറ്റ സൈൻ തീറ്റ, അടുത്ത മൈനസ് കോസ് തീറ്റ വരും. ഇങ്ങനെ വരും. കോസ് തീറ്റയും വെട്ടിപ്പോക്കോളും. ആൻസർ എ തീറ്റ സൈൻ തീറ്റ വരും. ബ്രാക്കറ്റ് ഒക്കെ ഇട്ടില്ല നിങ്ങൾക്കത് വെട്ടിപ്പോകത്തില്ല കേട്ടോ. എ ഇൻറ്റു തീറ്റ സൈൻ തീറ്റ എന്ന് കിട്ടും ഇവിടെ. ഇതുപോലെ തന്നെ ഡി എക്സ് ബൈ ഡി തീറ്റ, ഡി എക്സ് ബൈ ഡി തീറ്റ കാണാം. dx by d theta is equal to a into d by d theta of cos theta plus d by d theta of theta into sin theta. Change. That is a into cos theta derivative minus sin theta plus product rule. Plus ആയതുകൊണ്ട് ബ്രാക്കറ്റ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടെ നമ്മൾ മൈനസ് ആയതുകൊണ്ടാണ് ബ്രാക്കറ്റ് ഇട്ടത്. ഇവിടെ പ്ലസ് ആണ്, ബ്രാക്കറ്റ് ഇടേണ്ട കാര്യമില്ല. പ്ലസിന് ബ്രാക്കറ്റ് ഇട്ടാലും ഇട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അപ്പം തീറ്റ ഇൻറ്റു സൈൻ തീറ്റയുടെ ഡെറിവേറ്റീവ് കോസ് തീറ്റ പ്ലസ് തിരിച്ച് സൈൻ തീറ്റ ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് ഡി തീറ്റ ബൈ ഡി തീറ്റ 1 ആണ്. ഇങ്ങനെ വരും. ദാറ്റ് ഈസ് സൈൻ തീറ്റയും വെട്ടിപ്പോക്കോളും. ആൻസർ എ ഇൻറ്റു തീറ്റ കോസ് തീറ്റ വരും. അപ്പം ആദ്യത്തെ ഡി വൈ ബൈ ഡി തീറ്റ എ തീറ്റ സൈൻ തീറ്റ കിട്ടും. ഡി എക്സ് ബൈ ഡി തീറ്റ എ തീറ്റ കോസ് തീറ്റ കിട്ടും. ഇനി നമ്മൾ ഡി വൈ ബൈ ഡി
dy by dx equal to dy by d theta divided by dx by d theta. dy by d theta a into theta sin theta വരും. അടുത്ത് a into theta cos theta വരും. a theta വെട്ടിപ്പൊക്കോളും, ഇത് രണ്ടും വെട്ടിപ്പൊക്കോളും. sin theta by cos theta എന്നുള്ള tan theta വരും. സിമ്പിളാണ്, ക്ലിയർ ആയല്ലോ. അപ്പം ബ്രാക്കറ്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് ഇടണം, ശ്രദ്ധിക്കണം. അത്രയൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ x is equal to a into theta plus sin theta. Y is equal to a into 1 minus cos theta. ഇതൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. അപ്പം ആദ്യം dy by d theta. dy by d theta is equal. ഇവിടെ പറ്റുന്നൊരു മിസ്റ്റേക്ക്, എല്ലാവർക്കും പറ്റുന്നൊരു മിസ്റ്റേക്ക്, a കഴിഞ്ഞ് ബ്രാക്കറ്റ് ഇടിയല്ല, അത് ശ്രദ്ധിച്ചോണം. അപ്പം a ഇൻറ്റു d by d theta of 1 minus d by d theta of cos theta, അത് ശ്രദ്ധിച്ചോണം. ഈ ബ്രാക്കറ്റ് ഇടണം. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു 1ന്റെ ഡെറിവേറ്റീവ് 0 ആണ്. ഏത് വിത്ത് റെസ്പെക്ട് എന്ത് വന്നാലും 1 കോൺസ്റ്റന്റിന്റെ ഡെറിവേറ്റീവ് 0 ആണ്. മൈനസ് cos thetaയുടെ ഡെറിവേറ്റീവ് മൈനസ് sin theta. മൈനസും മൈനസും പ്ലസ് ആവും. അപ്പോൾ a ഇൻറ്റു sin theta എന്ന് വരും. പലരും ബ്രാക്കറ്റ് എടുത്തില്ല. a ഇൻറ്റു 0 മൈനസ് sin theta വരും. a ഇൻറ്റു 0 അവിടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്ത് sin theta മാത്രമേ പലർക്കും വരും. ശ്രദ്ധിച്ചോണം, ബ്രാക്കറ്റ് ഇടണം. അതുപോലെ തന്നെ അടുത്തൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി. dx by d theta എന്ന് പറയുന്നത് a ഇൻറ്റു d by d theta ഓഫ് ആദ്യത്തെ തീറ്റയാണ് പ്ലസ് d by d theta ഓഫ് sin theta. ദാറ്റ് ഈസ് ഈക്വൽ ടു a ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് d theta by d theta എന്ന് വെച്ചാൽ 1, sin thetaയുടെ ഡെറിവേറ്റീവ് cos theta. ഇനി dy by dx equal to ഇക്വേഷൻ എഴുതിക്കോണം. dy by d theta by dx by d theta. ഞാൻ നേരിട്ട് വാല്യൂ കൊടുക്കുക. dy by d theta എന്ന് പറഞ്ഞാൽ a ഇൻറ്റു sin theta by a ഇൻറ്റു 1 പ്ലസ് cos theta. a വെട്ടിപ്പോയിട്ട് sin theta by 1 പ്ലസ് cos theta. ഇത് വേണേൽ കുറച്ചും കൂടെ സിംപ്ലിഫൈ ചെയ്യാം. ചിലപ്പോൾ പ്രൂവ് ദാറ്റ് ദിസ് ഇസ് dy by dx equal to tan theta by 2 എന്ന് ചോദിക്കും. അന്നേരം നിങ്ങളത് പ്രൂവ് ചെയ്തെടുത്തില്ല, ഫുൾ മാർക്ക് എടുത്തില്ല. വെറുതെ ഫൈൻഡ് ചോദിച്ചാൽ ഇവിടെ കൊണ്ട് നിർത്താം. ബാക്കി ചെയ്യാൻ അറിയാവുന്നവരോ ട്രിഗ്നോമെട്രി സിംപ്ലിഫിക്കേഷൻ കൊടുത്താൽ മതി. അതായത് നിങ്ങൾക്കറിയാം sin 2 തീറ്റ 2 sin തീറ്റ cos തീറ്റ ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ട്. sin 2 തീറ്റ 2 sin തീറ്റ cos തീറ്റ. അപ്പം 2 തീറ്റയുടെ സ്ഥാനത്ത് ഇവിടെ തീറ്റയേ ഉള്ളൂ. അപ്പോൾ sin തീറ്റ എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ 2 തീറ്റ വരുമ്പോൾ ഹാഫ് തീറ്റ. അപ്പം തീറ്റ വരുമ്പോൾ അതിൻ്റെ പകുതി sin തീറ്റ ബൈ 2 cos തീറ്റ ബൈ 2 എന്നില്ല. അതുപോലെ തന്നെ ഇവിടെ 1 പ്ലസ് cos തീറ്റ അല്ലേ, 1 പ്ലസ് cos 2 തീറ്റ നമുക്കറിയാം. അത് 2 cos സ്ക്വയർ തീറ്റയാണ്, കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. അപ്പോൾ 1 പ്ലസ് cos തീറ്റ എന്നുള്ളത് 2 cos സ്ക്വയർ തീറ്റ ബൈ 2 എന്ന് വരും. ഈ രണ്ടെണ്ണം ഇതും നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. സൈൻ തീറ്റയ്ക്ക് പകരം 2 sin തീറ്റ ബൈ 2 cos തീറ്റ ബൈ 2 എന്നും കൊടുക്കുന്നു. 1 പ്ലസ് cos തീറ്റയ്ക്ക് പകരം 2 cos സ്ക്വയർ തീറ്റ ബൈ 2 എന്നും കൊടുക്കുന്നു. 2 വെട്ടിപ്പൊക്കോളും, ഒരു cos തീറ്റ ബൈ 2 വെട്ടിപ്പൊക്കോളും. മിച്ചം മേളിൽ ഒരു sin തീറ്റ ബൈ 2 ഉണ്ട്, താഴെയും ഒരു cos തീറ്റ ബൈ 2 ഉണ്ട്. sin ബൈ cos എന്ന് വെച്ചാൽ tan തീറ്റ ബൈ 2. ഇങ്ങനെ സിംപ്ലിഫൈ ചെയ്തെടുക്കാം. അപ്പം അറിയാവുന്നവർ ചെയ്യുക. പ്രൂവ് ദാറ്റ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ ചെയ്യണം, അല്ലെങ്കിൽ ഇതിൻ്റെ മാർക്ക് പോകും. പ്രൂവ് ദാറ്റ് ചോദിച്ചില്ലെങ്കിൽ ഇവിടെ കൊണ്ടങ്ങ് നിർത്തിയാൽ മതി. ഇത് ചെയ്തില്ല എന്ന് പറഞ്ഞ മാർക്ക് പോകത്തൊന്നുമില്ല. അപ്പോൾ അത് ശ്രദ്ധിച്ച് ചെയ്യാം. ക്ലിയർ അല്ലേ? ഓക്കെ. അടുത്ത x is equal to sin cube t by root of cos 2 into t. y is equal to cos cube t by root of cos 2 into t. ഇത് ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നും. ചോദിക്കത്തില്ലെന്ന് പറയാൻ പറ്റത്തില്ല, ചിലപ്പോൾ ചോദിച്ചാൽ ഇതിന് കൂടുതൽ മാർക്ക് കാണും. അപ്പം ഇത് നോക്കുക, കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഡിവിഷനും അതിൻ്റെ ഇടയ്ക്ക് പവറും റൂട്ടും ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ ഓർക്കുക, അങ്ങനെ കോംപ്ലിക്കേറ്റഡ് വന്നാൽ ലോഗരിതം എടുത്ത് ചെയ്താൽ മതി. ലോഗരിതം എടുത്ത് പെട്ടെന്ന് ചെയ്യാം. അപ്പം നമ്മൾ ആദ്യം
y ഈസ് ഈക്വൽ ടു കോസ് ക്യൂബ് ടിയെ നമുക്ക് കോസ് ടി ഹോൾ ക്യൂബ് എന്ന് എഴുതാം. കോസ് ടി ഹോൾ ക്യൂബ് എന്ന് എഴുതാം. ബൈ റൂട്ട് കോസ് ടുവിനെ റൂട്ടിനെ റേസ് ടു 1/2 എന്ന് എഴുതാൻ പറ്റേ കോസ് 2 ഇൻറ്റു ടി റേസ് ടു 1/2 എന്ന് എഴുതാം. അങ്ങനെ നമ്മൾ രണ്ട് സൈഡിൽ ലോഗ് എടുക്കുന്നത് ടേക്കിംഗ് ലോഗ് എഴുതാം. ലോഗ് y ഈസ് ഈക്വൽ ടു ലോഗരിതം ഓഫ് കോസ് ടി ഹോൾ ക്യൂബ് ബൈ കോസ് 2 ഇൻറ്റു ടി ദ ഹോൾ റേസ് ടു 1/2. ഇനി ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഒക്കെ അപ്ലൈ ചെയ്യാം. ലോഗ് എ ബൈ ബി ഫോമിലല്ലേ കിടക്കുന്നത്. ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. അപ്പൊ ലോഗ് y ഇസ് ഈക്വൽ ടു ലോഗ് കോസ് ടി ഹോൾ ക്യൂബ് മൈനസ് ലോഗ് കോസ് 2 ഇൻറ്റു ടി റേസ് ടു 1/2 എന്ന് എഴുതാം. ഇനി ഇവിടെ പിന്നെ സിമ്പിൾ ചെയ്യാം. പവർ ഉണ്ട്. പവർ വന്നാൽ പിന്നെ ലോഗരിതത്തിന്റെ പ്രോപ്പർട്ടി ഉണ്ട്. അപ്പൊ ലോഗ് y ഇസ് ഈക്വൽ ടു പവർ 3 ഇൻറ്റു ലോഗ് കോസ് ടി മൈനസ് 1/2 ഇൻറ്റു ലോഗ് കോസ് 2 ഇൻറ്റു ടി. നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുക. ശ്രദ്ധിച്ചാൽ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടി ആണ്. ഇവിടെ ഇതൊക്കെ വേരിയബിൾ ടി അല്ലേ. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി ആണ്, എക്സ് അല്ല. അപ്പം ലോഗ് വൈയുടെ ഡെറിവേറ്റീവ് ഡി ബൈ ഡി ടി ഓഫ് അല്ലേ. ഡി ബൈ ഡി ടി ആകുമ്പോൾ ലോഗിൻ്റെ അത് 1/y വരും ഇൻറ്റു ഡെറിവേറ്റീവ് ഓഫ് വൈ വിത്ത് റെസ്പെക്ട് ടി ആണ്. വിത്ത് റെസ്പെക്ട് ടി വരുമ്പോൾ ഡി വൈ ബൈ ഡി ടി. വിത്ത് റെസ്പെക്ട് ടി വരുമ്പോൾ താഴെ ഡി ടി ആണ്. ഡി വൈ ബൈ ഡി എക്സ് അല്ല, ഡി വൈ ബൈ ഡി ടി. വിത്ത് റെസ്പെക്ട് എക്സിന് വരുമ്പോഴാണ് ഡി വൈ ബൈ ഡി എക്സ് വരുന്നത്. ഇവിടെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടി ആണ്. അപ്പം ഡി വൈ ബൈ ഡി ടി ആണ് വരുന്നത്. സീക്വൽ ടു 3 ഇൻറ്റു ലോഗ് കോസ് ടി. വിത്ത് റെസ്പെക്ട് ടി ആണ്. ലോഗിനെ ചെയ്യണം, കോസ് ടിയെ ചെയ്യണം. ലോഗിൻ്റെത് 1 കോസ് ടി ഇൻറ്റു കോസ് ടിയുടേത് മൈനസ് സൈൻ ടി. ഇത്രയും വരുന്നത് മൈനസ് 1/2 ഇൻറ്റു ലോഗിൻ്റെത് 1 കോസ് 2 ഇൻറ്റു ടി ഇൻറ്റു കോസ് 2 ഇൻറ്റു ടിയുടേത് മൈനസ് 2 സൈൻ 2 ഇൻറ്റു ടി. ഇനി ഡി വൈ ബൈ ഡി എക്സ് ഡി വൈ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു y ഇൻറ്റു മൈനസ് ആദ്യം എഴുതാം. -3 സൈൻ ടി ബൈ കോസ് ടി എന്ന് വെച്ചാൽ ടാൻ ടി. മൈനസും മൈനസും പ്ലസ് ആകും. 2ഉം 2ഉം വെട്ടിപ്പോവും. സൈൻ 2 ഇൻറ്റു ടി ബൈ കോസ് 2 ഇൻറ്റു ടി ടാൻ 2 ഇൻറ്റു ടി. ഇതാണ് ഡി എക്സ് ബൈ ഡി വൈ ബൈ ഡി ടി. ഡി വൈ ബൈ ഡി ടി നമുക്ക് ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ കിട്ടും. y ഇൻറ്റു -3 ടാൻ ടി പ്ലസ് ടാൻ 2 ഇൻറ്റു ടി. ഇതുപോലെ തന്നെ എക്സ് ചെറിയൊരു വ്യത്യാസമുള്ളൂ. എക്സിന്റെ കോസ് ക്യൂബ് ടിക്ക് വരും, സൈൻ ക്യൂബ് ടി ആണെന്നുള്ളൂ. ഇവിടെ വേറെ വ്യത്യാസം താഴെയൊക്കെ സെയിം ആണ്. അപ്പം ഞാൻ ന്യൂമറേറ്റർ മാത്രം. ഇത് y എക്സ് എക്സ് ചെയ്യുമ്പോൾ ന്യൂമറേറ്റർ മാത്രം ഒന്ന് ചേഞ്ച് ചെയ്താൽ മതി. കോസിന് വരും സൈൻ ടി, സൈൻ ക്യൂബ് ടി ആണ്. ഇവിടെ കോസ് മാറ്റി സൈൻ വരും. കോസ് മാറി ഇവിടെ സൈൻ വരും, സൈൻ ടി. അപ്പം ഇവിടെ ലോഗ് വൈ എഴുതുമ്പോൾ ലോഗ് കോസ് 2 ഇൻറ്റു ടി മാറി ലോഗ് സൈൻ ടി വരും, സൈൻ ടി വരും. ഇപ്പം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലോഗ് ഇവിടെ വൈ മാറുമല്ലോ. വൈ മാറി എക്സും വരും. എക്സ് അല്ലേ, ചെറിയൊരു വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ടാണ് ലോഗ് എക്സ് ഈക്വൽ ടു 3 ലോഗ് സൈൻ ടി. കോസ് ടി മാറി സൈൻ ടി വരും. ഇവിടെ ഒന്നും ഒരു മാറ്റവും ഇല്ല. സെക്കൻഡ് പാർട്ടിന് മാറ്റമൊന്നുമില്ല. ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ടി. ഇവിടെ എക്സിനെയാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പം ലോഗ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ്. ലോഗ് എക്സ് വിത്ത് റെസ്പെക്ട് ടി ആണ്. ലോഗിൻ്റെത് 1/x. എക്സിൻ്റെത് എക്സ് വിത്ത് റെസ്പെക്ട് ടി ആണ്. ഡി എക്സ് ബൈ ഡി ടി. ലോഗ് എക്സ് അല്ലേ, ലോഗിൻ്റെത് 1/xഉം എക്സിനെ വിത്ത് റെസ്പെക്ട് ടി ചെയ്യുമ്പോൾ ഡി എക്സ് ബൈ ഡി ടി വരും. ഇവിടെ ചെറിയൊരു മാറ്റമുണ്ട്. കാരണം ലോഗ് സൈൻ ടി അല്ലേ ഡിഫറൻഷ്യേറ്റ് ചെയ്തത്. ലോഗ് സൈൻ ടിയെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ലോഗിൻ്റെത് 1/cos ടി ഇൻറ്റു സൈൻ ടിയുടെ ഡെറിവേറ്റീവ് 1/cos ടി അല്ല, ലോഗ് സൈൻ ടി അല്ലേ. ലോഗിന്റെ ഡെറിവേറ്റീവ് 1/sin ടി തന്നെ. സൈൻ ടിയുടെ ഡെറിവേറ്റീവ് കോസ് ടി. ബാക്കി സെയിം. ഡി വൈ ബൈ ഡി ടി ഇവിടെ കിടക്കട്ടെ, കാരണം നമുക്ക് അത് ആവശ്യമുണ്ടല്ലോ. therefore dx by dt is equal to ഇത് dy by dt ആണ്. അത് ഞാൻ അവിടെ ഇട്ടേക്കാണ്. ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് dx by dt is equal to dx by dt ഇതിന് വരുന്ന സ്റ്റെപ്പാണ്. dx by dt is equal to 1/x അപ്പുറം x വരും. x into 3 into cos t by sin t cot t വരും. cot t ബാക്കി വ്യത്യാസമൊന്നുമില്ല. മൈനസ് പ്ലസ് ആകും. മൈനസ് മൈനസ് പ്ലസ് 2 വെട്ടിപ്പോട്ട് സൈൻ ബൈ കോസിന്റെ ടാൻ 2 ഇൻറ്റു ടി. അപ്പം ആദ്യത്തെ ഒരു ടേമിന് മാത്രമേ ഉള്ളൂ. ഇവിടെ -3 ടാൻ ടി വരുന്നിടത്ത് ഇവിടെ 3 cot t വരും. ആ ഒരു വ്യത്യാസമേ ഉള്ളൂ.
ഇനി നിങ്ങൾ dy by dx equal to ആദ്യം കൊടുത്താൽ മതി. dy by dx equal to dy by dt divided by dx by dt. dy by dt കിടക്കുന്നത് y into -3 tan t plus tan 2 into t by x into 3 cot t plus tan 2 into t. അറിയോ? ഇത് ഇച്ചിരി ചെയ്യാനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വരാവുന്ന മാക്സിമം ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ ഇതാ. ഒന്ന് ശ്രദ്ധിച്ചാൽ ചെയ്യാവുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടെ. X is equal to root of a raised to sin inverse t. Y is equal to root of a raised to cos inverse t. ഇവിടെ അതുപോലെ തന്നെയാണ്. അപ്പോൾ നോക്കാം, പവർ ഉണ്ട്, പവർ ഫംഗ്ഷനാണ് കിടക്കുന്നത്. എ റേസ് ടു റൂട്ട് ഉണ്ട്, പിന്നെ പവർ ഫംഗ്ഷൻ. പവർ ഫംഗ്ഷൻ എന്നൊന്നും ആലോചിക്കേണ്ട, ലോകത്തെ വെച്ചേ ചെയ്യാൻ പറ്റുള്ളൂ, വേറെ ഒറ്റ മാർഗവുമില്ല. അപ്പം നമ്മൾ y എടുക്കുന്നു. y is equal to root of a raised to cos inverse t അല്ലേ? റൂട്ടിനെ raised to 1/2 എന്ന് എഴുതാമല്ലോ. a raised to cos inverse t whole raised to 1/2. ഇനി നമ്മൾ പഠിച്ചാണ് a raised to m whole raised to n എന്ന് വെച്ചാൽ a raised to m into n. ആ പ്രോപ്പർട്ടി ഇവിടെ അപ്ലൈ ചെയ്യും. അപ്പം നമുക്ക് a raised to cos inverse t into 1/2 എന്ന് വരും. a raised to cos inverse t by 2 എന്ന് എഴുതാം. a raised to cos inverse t into 1/2. cos inverse t into 1/2. 1/2 വരുമ്പോൾ cos inverse t by 2 എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് y is equal to a raised to cos inverse t by 2 എന്ന് സിംപ്ലിഫൈ ചെയ്തു. ഇനി log എന്ത് എടുക്കാം? log y is equal to log a raised to cos inverse t by 2. ലോഗിന്റെ പ്രോപ്പർട്ടി അറിയാലോ, പവർ ഇൻറ്റു എന്ന് എഴുതാം. അപ്പോൾ log y is equal to പവർ എന്ന് പറഞ്ഞാൽ ഇവിടെ cos inverse t by 2 ഫുള്ളായിട്ടാണ് പവർ വന്നത്, ഇൻറ്റു ബാക്കി log a. ഇവിടെ ഒരു എളുപ്പമുണ്ട്, log a കോൺസ്റ്റന്റ് അല്ലേ? ഇപ്പൊ log a യും കോൺസ്റ്റന്റ് ആണ്, 2 ഉം കോൺസ്റ്റന്റ്. അത് നമുക്ക് ഇവിടെ മാറ്റിക്കാം. log a by 2 ഇൻറ്റു cos inverse t മാത്രമേ ഫംഗ്ഷൻ ഉള്ളൂ. ചെയ്യാൻ എളുപ്പമുണ്ട്, ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. ഇനി ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t ആണ്, വിത്ത് റെസ്പെക്ട് ടു t. x അല്ലേ t ആണ്. ഇപ്പൊ log y യെ വിത്ത് റെസ്പെക്ട് ടു t ക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 1/y dy by dt equal to log a യും 2 ഉം കോൺസ്റ്റന്റ് മാറ്റിയിടാം. d by dt of cos inverse t. cos inverse t യുടെ ഡെറിവേറ്റീവ് അറിയാലോ, cos inverse x. cos inverse x ന്റെ ഡെറിവേറ്റീവ് log a by 2 into cos inverse x ന്റേത് -1/√1 minus x square. അപ്പോൾ -1/√1 minus x ന് പകരം t square. Therefore dy by dt is equal to y into 1/y അപ്പുറം y into മൈനസ് ഒക്കെ ആദ്യം എഴുതാം, മൈനസ് y log a by 2 into √1 minus t square. ഇങ്ങനെയാണ്. ഇപ്പോൾ ലോഗരിതം എടുത്താൽ പെട്ടെന്ന് ചെയ്യാം. ഇതുപോലെ തന്നെയാണ് എക്സ് ചെയ്യുന്നതും, ചെറിയൊരു വ്യത്യാസമല്ലേ ഉള്ളൂ. എക്സ് എടുക്കുമ്പോൾ ഇതുണ്ടോ, സൈൻ ഇൻവേഴ്സ് ടി, കോസ് ഇൻവേഴ്സ് ടി മാറ്റി സൈൻ ഇൻവേഴ്സ് ടി. അപ്പോൾ എക്സ് ചെയ്യുന്നു, എക്സ് എടുക്കുന്നു, a raised to cos inverse t മാറി sin inverse t വരുന്നേ ഉള്ളൂ, വേറെ ഒരു മാറ്റവും ഇല്ല. അപ്പോൾ a raised to sin inverse t by 2 വരും. അപ്പോൾ cos inverse t by 2 ന് വരും sin inverse t by 2 വരും, വേറെ ഒരു മാറ്റവും ഇല്ല. Then log y, log x, log a raised to sin inverse t by 2 വരും. log x equal to sin inverse t by 2 into log a, വേറെ ഒരു മാറ്റവും ഇല്ല, sin inverse t by 2 into log a. ഇവിടെ cos inverse t യുടെ സ്ഥാനത്ത് sin inverse t വരും. ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു t, വിത്ത് റെസ്പെക്ട് ടു t ക്ക് നമ്മൾ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. അപ്പോൾ log x ന്റെ ഡെറിവേറ്റീവ്, log x ന്റെ 1/x into x നെ വിത്ത് റെസ്പെക്ട് ടു t ചെയ്യുമ്പോൾ dx by dt is equal to log a by 2 കോൺസ്റ്റന്റ് ആണ് into sin inverse t യുടെ ഡെറിവേറ്റീവ്. sin inverse t യുടെ ഡെറിവേറ്റീവ് അറിയാലോ, sin inverse x 1/√1 minus x square. അപ്പോൾ 1/√1 minus t square. ഇത് മാറിക്കിടന്നോളെ. That is therefore dx by dt എന്നുള്ളത്
ഈ എക്സ് അപ്പുറത്തോട്ട് കൊണ്ടുപോകും. എക്സ് ലോഗ് എ ബൈ 2 എക്സ് ലോഗ് എ ബൈ 2 ഇൻറ്റു റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ. അപ്പോൾ നോക്കാം ഡി വൈ ബൈ ഡി ടി മൈനസ് വൈ ലോഗ് എ ബൈ 2 റൂട്ട് എക്സ് ലോഗ് എ ബൈ 2. അപ്പം ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു നമ്മൾ ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ഡി വൈ ബൈ ഡി എക്സ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി എന്ന് പറയുന്നത് മൈനസ് വൈ ലോഗ് എ ബൈ 2 റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ അടുത്തത് എക്സ് ലോഗ് എ ബൈ 2 റൂട്ട് 1 മൈനസ് ടി സ്ക്വയർ. നോക്കുക ലോഗ് എ ഇത്രയും ഭാഗങ്ങൾ വെട്ടിപ്പോകും. ലോഗ് എ ബൈ 2 റൂട്ട് രണ്ടിടത്തുണ്ട്. റെസിപ്രോക്കൽ എഴുതി മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അന്നേരം അത് ഫുള്ള് വെട്ടിപ്പോയിട്ട് മിച്ചം ഇവിടെ കിടക്കുന്ന ഒരു മൈനസ് വൈ ബൈ എക്സ് ആണ് ഇതിൻ്റെ ഡെറിവേറ്റീവ്. ഇത്രയും ക്വസ്റ്റ്യൻസ് ഇവിടെ ഈ പാരാമെട്രിക് ഫോമിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്നാൽ എളുപ്പമാണ്. അപ്പോൾ ഇതിനകത്ത് ഈ ലാസ്റ്റ് ചെയ്ത 2 ക്വസ്റ്റ്യൻ ഇച്ചിരി ചെയ്യേണ്ടുള്ളൂ. ബാക്കിയൊക്കെ പെട്ടെന്ന് കിട്ടുന്ന. ഇത് നിങ്ങൾ നന്നായിട്ട് പഠിക്കുക.